രണ്ടുപേരും വലിയ ബുദ്ധിജീവികളാണെന്ന് വെപ്പ്. എവിടെ എടാ, ഒരു അല്പം കോമൺ സെൻസ് ഉണ്ട്, നീ അങ്ങനെ ചെയ്യൂ? അത് ശരി, ഞാൻ എന്ത് ചെയ്തു? അവളാണ് ഇതിനൊക്കെ കാരണം. പല സിറ്റുവേഷനിൽ വെച്ച് അവളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ കെട്ടാൻ പറ്റുമെന്ന് പരസ്യമായി ചോദിക്കുക. നൂറ സ്റ്റൈലാണ് അത്ര. എന്നാൽ ഇതേ ഷാജർ സ്റ്റൈലാ. എനിക്കിട്ട് തന്നതിനൊക്കെ ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തു. ദാറ്റ്സ് ഓൾ. നിങ്ങൾ ആണുങ്ങൾക്ക് ഇതൊക്കെ നിസ്സാര. എത്ര ഫോർവേഡ് ആയാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ഹ്യൂമിലിയേഷൻ അത് നിനക്ക് മനസ്സിലാവില്ല. ഷാജർ, ഇപ്പൊ അവളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാരും അവളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടാവുക. ഷാജറെ, ദിസ് ഈസ് നോട്ട് എ ജോക്ക്. എന്തായാലും നീ തന്നെ വേണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അവൾ അവിടെ ഇരിക്കുന്നുണ്ട്, അത് അവളോട് ചെന്ന് പറ. അതല്ലേടാ നല്ല ഫ്രണ്ട്ഷിപ്പ്. പോ, ചെല്ല്. ചെല്ലടാ. സോറി നൂറ, ഐ എം റിയലി സോറി. എനിക്കൊന്നും കേൾക്കണ്ട. കേക്കണം നൂറ. നൂറ, രണ്ടുപേരും ഈഗോടെ ആശാമാരാ. എന്താവോ എന്തോ. ഈ തറവാട്ടില് മൂത്തോരായി നമ്മളുള്ളപ്പം ഈ കളിയൊന്നും നടക്കൂല. പാരമ്പര്യം മറന്നുള്ള പഠിപ്പ് ഇതോടെ മതിയാക്ക്. വിളിക്കടി എവിടെ ഇങ്ങോട്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അതാവാൻ പറപ്പ്. പാട്ടും കൂത്തും അല്ല ജീവിതം. വലിയ വായില് വർത്താനം പറഞ്ഞാലോ എടുക്കാപ്പാറ പുസ്തകം വായിച്ചാലോ വിവരം ഉണ്ടാവൂല. ഡോക്ടറേറ്റ് എടുക്കാൻ പോണോളെ കണ്ടെത്തിയ ബന്ധം കൊള്ളാം. ഈ തറവാട്ടിന്റെ അടുക്കളപ്പുറത്ത് പോലും കയറ്റാൻ കൊള്ളാത്ത അപ്പക്കച്ചവടക്കാരൻ. സമുദായം മാനിക്കുന്ന മതപണ്ഡിതനായ പൂക്കോട്ടെ തങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുക, പണത്തിന്റെ ഏറ്റക്കുറിച്ചൽ ഏത് തുലാസിലിട്ട അള്ളാഹു അളന്നത്? ചോദിക്കുന്നവർക്കും ചോദിക്കാൻ മടിയുള്ളവർക്കും കൊടുക്കണമെന്നല്ലേ ദൈവവാക്ക്? എടി തർക്കുത്തരം പറയുന്നോ മൂത്തോരോട്? തുടങ്ങിയ പൊട്ടലും ചീറ്റലും ഇയാൾ എപ്പോഴും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിനക്ക് ഞാൻ തന്ന സ്വാതന്ത്ര്യമല്ല, സ്നേഹമാണ് കൂടിപ്പോയത്. ഇനിയും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. നൂറ, എങ്ങോട്ടാ? ഷാജറിന്റെ അടുത്തേക്ക്. അഹങ്കാരി, ഓട്ടെ എവിടെയെങ്കിലും. മോളെ, എളേപ്പ, പടച്ചോനെ മറന്നിട്ട് നൂറ ഇതുവരെ ജീവിച്ചിട്ടില്ലല്ലോ. ഇല്ല മോളെ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ചട്ടകം കൊണ്ടേ ചെക്കന്റെ നടുപുറം പൊള്ളിക്കലിത്താത്ത. കലത്തപ്പം പരത്തിയും കായപ്പം ചുട്ടും ഈ ചട്ടകം കൊണ്ടാ ഓനെ ഞാൻ ഇത്രത്തോളം വളർത്തിയത്. ഓന്റെ തോന്നിയ ഇന്നത്തോടെ ഞാൻ നിർത്തിത്തരാം. എടാ കുരുത്തം കിട്ടാനെ, മാമ്പറം വീടിന് പണത്തിന് മാത്രമേ കുറവുള്ളൂ, മാനത്തിന് ഒരു കുറവുമില്ല. കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാൻ അവന്റെ ഒരു മുഖം. പോയി ചോദിക്കും ഉമ്മയോട്. ഉമ്മ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട്
ഉമ്മ എന്താ ഒന്നും പറയാത്തത്? ഇവരാരാണെന്ന് അറിയോ നിനക്ക്? നിന്റെ ബാപ്പ മനസ്സ് പറിച്ചു കൊടുത്ത ഗുൽ മുഹമ്മദ് സാഹിബിന്റെ മക്കളാ. പണവും പാരമ്പര്യവും ഒന്നുമല്ല, അവസാന വാക്ക് സ്നേഹമാണെന്ന് പാട്ടുപാടി കാണിച്ചു തന്ന എന്റെ ബാപ്പാന്റെ പ്രിയപ്പെട്ട ചങ്ങായിന്റെ മക്കൾ ഷാജഹാൻ, സൈനബ. സൈനബ, സൈനബ, ഈ കുട്ടികളെടുത്ത തീരുമാനം അള്ളാഹുവിന്റെ തീരുമാനാ. നിങ്ങളുടെയും നൂറയുടെയും പാപ്പമാർ ജീവിച്ചിരുന്നുവെങ്കിൽ ഇത് തന്നെയായിരിക്കും നടക്കുക. അതുകൊണ്ട് ചടങ്ങുകളൊന്നുമില്ലാതെ ഞാനിവരെ ചോദിക്കുക, എന്റെ മോക്ക് വേണ്ടി. സമ്മതം. 1000 വട്ടം. വാ, ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ട് വരാൻ. അടി നടക്കിങ്ങോട്ട്. ഞമ്മക്കും വേണം ഒരു നിക്കാഹ്. ഹായ്. വല്ലതും പറ്റിയ? നമ്മളെ ശരീരം ആകെ ഒന്ന് ഇളകിക്കണ്. നമ്മളെ മനസ്സാണ് ഇളകിയത്. യുവർ മൊബൈൽ നമ്പർ പ്ലീസ്. 9 8 4 6 7 1 3 9 8 0. അതെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അമ്മയുടെ അടുത്ത് പോവും. പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കണേ. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി മാരീഡ് ലൈഫ്. ഇവിടെ വാടാ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓടി വീണ് സ്വന്താക്കി. നിനക്ക് ബീഫ് ബിരിയാണി വെക്കാനൊക്കെ അറിയോ? എന്തേ അങ്ങനെ ചോദിച്ചേ? ഈ ശുക്കൂറെ ഭയങ്കര തീറ്റപ്രാന്തനാട്ടോ. ഓ, നമ്മൾ എന്ത് കിട്ടിയാലും ബിരിയാണി വെക്കും. വേണമെങ്കിലേ നമ്മുടെ ശുക്കൂർ വെക്കാനും ബിരിയാണി വെക്കും. വേണോ? അമ്മോ, വേണ്ട വേണ്ട. ഈ എന്റെ ബാപ്പാനെ പോലെ നൊസ്സായി സ്വന്തം കാര്യം നോക്കാണ്ട് നടന്നോ? നമ്മളൊക്കെ പെണ്ണുങ്ങളാ, അത് മറക്കരുത്. പെണ്ണുങ്ങൾക്കേ കല്യാണപ്രായം 18. 28 കഴിഞ്ഞാ പിന്നെ കൊറേയൊക്കെ കഷ്ട. കോടി അസത്തെ അപ്പുറത്ത്. ഞാൻ പറഞ്ഞതാ കുറ്റം. പഠിപ്പും വിവരവും ഇല്ലെങ്കിലും കേട്ടില്ലേ ഓള് പറഞ്ഞത്? ആ, എന്തൊക്കെ ആയാലും പൊരയ്ക്ക് തോണും ഞമ്മക്ക് ഞമ്മളും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ മോള് ഇങ്ങനെ ഒറ്റത്തടിയായി നിൽക്കുന്നത് കുഞ്ഞാച്ചയ്ക്ക് സഹിക്കൂല. ഒരാൾക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. ഏ, ആരാത്? ക്യാമറ കണ്ണുള്ള ഒരാള്. ആ, പിടികിട്ടി. നമ്മളെ അൻസാറുട്ടി കല്യാണം നേരി പിടിക്കുന്നവൻ. ഷാജറിന്റെ കല്യാണത്തിന് ഞാൻ നേരിട്ട് കണ്ടിക്കണ്. അന്നോടുള്ള നോസും ആ നോട്ടവും ചിരിയും. ഇയാണെങ്കിൽ വെട്ടാൻ നിൽക്കുന്നൊരു പൂത്തും. ഇനി എന്റെ നിക്കാഹും കൂടി കഴിഞ്ഞാ മതി. എന്റെ റബ്ബേ.